ിന്റെ ഇതേ രീതിയിൽ തന്നെയാണോ മറ്റ് ഏജൻസികളുടെ കണക്കുകളും എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. 6 ഏജൻസികളുടെയെങ്കിലും കണക്കുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ UDF ആണോ LDF ആണോ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമുണ്ട്. ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഇപ്പോൾ LDFന് 49 മുതൽ 62 സീറ്റുകൾ വരെ എന്നുള്ളതാണ്. UDFന് 78 മുതൽ 90 സീറ്റുകൾ വരെ. 90 സീറ്റുകൾ വരെ ആക്സിസിന്റെ സർവേയിൽ 90 സീറ്റുകളിലേക്ക് ഒരുപക്ഷെ UDFന്റെ സംഖ്യ പോയേക്കാം എന്നുള്ളത് ഏറെ നിർണായകമാണ്. 49നും 62നും ഇടയ്ക്ക് സീറ്റ് മാത്രമാണ് അവർ LDFന് നൽകുന്നത് എന്ന് പ്രധാനമാണ്. NDAക്ക് ആകട്ടെ 0 മുതൽ 3 സീറ്റ് വരെ, അവിടെയും സീറ്റുകൾ കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ 3 സീറ്റ് വരെ കിട്ടാം. 90 സീറ്റുകൾ വരെ. നമ്മുടെ വോട്ട് വൈബിന്റെ എക്സിറ്റ് പോളും അതുപോലെ തന്നെ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ LDFന് കുറച്ചുകൂടി ക്ഷീണമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. മാജിക് സംഖ്യയിലേക്ക് എത്താൻ കഴിയുന്നതേയില്ല. 62 സീറ്റുകളാണ് പരമാവധി നേടാൻ കഴിയുന്നത്. അതേസമയം വോട്ട് വൈബിന്റെ സർവേയിൽ അത് 68 സീറ്റുകൾ വരെ LDFന് നേടാൻ കഴിയും എന്നുള്ളതായിരുന്നു. പക്ഷേ UDFന് കൃത്യമായിട്ടുള്ള ഒരു മെജോറിറ്റി കിട്ടുമെന്നുള്ളതാണ്. പീപ്പിൾസ് പൾസിന്റെ LDFന് 55 മുതൽ 65 വരെ, UDFന് 75 മുതൽ 85 വരെ. അവിടെ UDFനാണ് മുൻതൂക്കം, അവിടെ UDFന് മേധാവിത്വം, അവിടെയും NDAക്ക് 0 മുതൽ 3 സീറ്റുകൾ വരെയാണ് ആ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായി പുറത്തു വന്ന 3 സർവേകളിലും UDF കേരളത്തിൽ എക്സിറ്റ് പോളുകളിലും UDF കേരളത്തിൽ ഭരണം പിടിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പീപ്പിൾസ് സർവേയുടെ പീപ്പിൾസ് പൾസ് എന്ന സർവേ അനുസരിച്ച് LDFന് 55 മുതൽ 65 വരെ, UDFന് 75 മുതൽ 85 വരെ, NDAക്ക് 0 മുതൽ 3 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. ഇപ്പോൾ